കുട്ടികൾക്ക് ഓപ്പൺ കോഴ്സിൻ്റെ ഫലമായിട്ട് നമ്മൾ കൂൺകൃഷി പഠിപ്പിക്കുന്നുണ്ട്. കൂണിൻ്റെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കൊരു ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ഷോപ്പ് കൂടിയുണ്ട്. കുറച്ച് പ്ലാന്റ്സും റെയറായിട്ടുള്ള പ്ലാന്റ്സും കൂടി നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. മഷ്റൂം ബജിയുണ്ട്, മഷ്റൂമിൻ്റെ കട്ട്ലറ്റുണ്ട്, പായസമുണ്ട്, സാൻഡ്വിച്ചുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ ഞങ്ങൾ മഷ്റൂമിൻ്റെ പിക്കിൾ ചെയ്യുന്നുണ്ട്, സീഡ് ബോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഐറ്റംസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്വാദിഷ്ടമായ വിഭവങ്ങളുമായാണ് അവർ ഇവിടെ വന്നിരിക്കുന്നത്. കട്ട്ലറ്റ്, സമോസ, പായസം, ബ്രെഡ് സാൻഡ്വിച്ച് ഇതൊക്കെയും തന്നെ കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അതിന്നൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് വൈക്കോലിന് പകരം പെല്ലറ്റ്സ് യൂസ് ചെയ്യുന്നത്. മനുഷ്യ ആരോഗ്യം സംരക്ഷിക്കുന്നതിനാവശ്യമായ തരത്തിൽ കൂൺ കൃഷി വളരെ ശാസ്ത്രീയമായി ചെയ്യാമെന്ന് പഠിപ്പിക്കുകയും കൂൺ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വ്യത്യസ്തങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ അത് നമ്മളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് എന്ന് ഈ ഒരു പരിപാടിയിലൂടെ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. നമസ്കാരം, എൻ്റെ പേര് അജയ്. ഞാൻ പിരപ്പങ്കോട് സൂര്യ അഗ്രോടെക് എന്ന് പറഞ്ഞ കൂൺ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനം നടത്തുന്നുണ്ട്. 2012 സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സാമ്പത്തിക സഹായത്തോടെയാണ് അത് എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും കൂടിയിട്ടാണ് ഓട്ടോക്ലേവ്, ലാമിനാർ എയർഫ്ലോ ചേമ്പർ, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും കൂടിയിട്ട് ടിഷ്യൂ കൾച്ചർ ലാബ്, കൂണിന് ബന്ധപ്പെട്ട ടിഷ്യൂ കൾച്ചർ ലാബ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മളതിനകത്ത് കൂണിൻ്റെ വിത്തുൽപാദനം, കൂൺ കൃഷി ട്രെയിനിങ്, കൂണിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കൂണുമായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ബേസിക്കലി ഒരു ബോട്ടണി ഗ്രാജുവേറ്റാണ്. ഞാൻ പാലൂർ ബൊട്ടാണി ഗാർഡൻ മഷ്റൂമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഓപ്പൺ കോഴ്സിൻ്റെ ഫലമായിട്ട് നമ്മൾ കൂൺകൃഷി പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണ് ബോർഡ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ ബിന്ദു അലക്സ് മാഡം റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മളൊരു കൂണിൻ്റെ എക്സിബിഷൻ നടത്തുകയുണ്ടായി. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് വെച്ചിട്ടാണ് ഈ വർഷവും നമ്മുടെ ഈ ഒരു എക്സിബിഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. മാരിവാൻസ് കോളേജിൽ A to Z എല്ലാ ആൾക്കാരും നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ കൂണിൻ്റെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കൊരു ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ഷോപ്പ് കൂടിയുണ്ട്. കുറച്ച് പ്ലാന്റ്സും റെയറായിട്ടുള്ള പ്ലാന്റ്സും കൂടി നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ അജയ് സാറിൻ്റെ സൂര്യ അഗ്രോടെക്കിൻ്റെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് മഷ്റൂം ഫെസ്റ്റ് നടത്താറുണ്ട്. എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായ ഒരു ഫെസ്റ്റാണിത്. കുട്ടികളും അധ്യാപകരും അനധ്യാപകരും എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്യുന്ന ഒരു ഫെസ്റ്റും കൂടിയാണിത്. മഷ്റൂമിൻ്റെ ന്യൂട്രീഷ്യസ് വാല്യൂ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കുട്ടികളിലേക്കും ഈ സ്ഥാപനത്തിലെ സ്റ്റാഫുകളിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് സ്വാദിഷ്ടമായ വിഭവങ്ങളുമായാണ് അവർ ഇവിടെ വന്നിരിക്കുന്നത്. കട്ട്ലറ്റ്, സമോസ, പായസം, ബ്രെഡ് സാൻഡ്വിച്ച് ഇതൊക്കെയും തന്നെ കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. മഷ്റൂമിൻ്റെ വിവിധ സാധ്യതകളെക്കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കുവാനും ഒക്കെ ഈ ഒരു ഫെസ്റ്റിലൂടെ സാധിക്കുന്നുണ്ട്. എൻ്റെ പേര് രജനി. ഞാൻ സൂര്യ അഗ്രോടെക്കിൻ്റെ കോർഡിനേറ്ററാണ്. ഞാൻ മെയിനായിട്ടും കൈകാര്യം ചെയ്യുന്നത് മഷ്റൂമിൻ്റെ വാല്യൂ അഡീഷനാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഇവാനീസിലെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ മഷ്റൂമിൻ്റെ കുറച്ച് പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നു. എല്ലാവർക്കും അത് നല്ലൊരു റെസ്പോണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് ഐറ്റംസുമായിട്ടാണ് വന്നത്. കുറച്ച് മഷ്റൂം ബജിയുണ്ട്, മഷ്റൂമിൻ്റെ കട്ട്ലറ്റുണ്ട്, പായസമുണ്ട്, സാൻഡ്വിച്ചുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ
ഞങ്ങൾ മഷ്റൂമിൻ്റെ പിക്കിൾ ചെയ്യുന്നുണ്ട്, സീഡ് ബോൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇവിടെ ഞങ്ങൾ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്, സെയിലിനായിട്ടും കൊണ്ടുവന്നത്. മഷ്റൂമിൻ്റെ ബജിയെല്ലാം ഞങ്ങൾ ലൈവായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പേര് ദിയ. ഞാൻ മാരിവാനിയസ് കോളേജ് സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. സോ ഇത് വളരെയധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി നമ്മൾ മഷ്റൂമിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ കറി വയ്ക്കുക എന്നല്ലാതെ വേറൊരു ഐഡിയ നമ്മൾ മഷ്റൂമിനെ പറ്റി ആലോചിക്കുന്നില്ല. പക്ഷേ ഇവിടെയാണെങ്കിൽ മഷ്റൂം കൊണ്ട് പായസം, സാൻഡ്വിച്ച്, ബജ്ജി തുടങ്ങിയ പല പലഹാരങ്ങൾ, അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ യൂഷ്വലി നമ്മൾ മഷ്റൂം കൾട്ടിവേറ്റ് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള പണിയാണ്. എസ്പെഷ്യലി നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ നോക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പണിയാണ്. പക്ഷേ അതിന്നൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് വൈക്കോലിന് പകരം പെല്ലറ്റ്സ് യൂസ് ചെയ്യുന്നത്. മഷ്റൂം കൾട്ടിവേഷൻ കുറച്ചും കൂടി ഈസിയും എല്ലാവർക്കും ചെയ്യാവുന്നതുമായി മാറ്റുന്നു. ആൻഡ് ആസ് വി ഓൾ നോ, മഷ്റൂം കൾട്ടിവേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു വരുമാനം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു മീഡിയമാണ്. മഷ്റൂം അല്ലെങ്കിൽ മഷ്റൂം കൾട്ടിവേഷനെ പറ്റിയിട്ടുള്ള അവയർനെസ്സും അതിൻ്റെ സാധ്യതകളും ഞങ്ങൾ വിദ്യാർത്ഥികളിലോട്ട് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്.